സാറേ കയറിപ്പോലെ സാറേ സാറേ എന്റെ മകളോട് അവൻ കാണിച്ച എല്ലാ ക്രൂരതയും ഞാൻ ക്ഷമിച്ചു. ഒറ്റ കാരണം കൊണ്ട്, ആ റാസ്കലിന് രാജൻ സാറിന്റെ മുഖവുമായി നല്ല സാമ്യമുള്ളതുകൊണ്ട് മാത്രം ഒരു ചെറിയ സിമ്പതി തോന്നി. അച്ഛൻ പേര് കേട്ട കോഴിക്കോട്ടായിരുന്നല്ലേ? സെക്ഷൻ 121 കയറി വരാനുള്ള എല്ലാ വകുപ്പും ഉണ്ട്. പരാതി തന്നു കഴിഞ്ഞില്ലേ? തീരുമാനം ഞാൻ എടുത്തോളാം. കൈമള് പോ. ഞാൻ പോണോ അല്ലേ? വേണ്ട, അകത്ത് കിടക്കാനുള്ള സ്ഥലമുണ്ട്. അയ്യോ വേണ്ട, പുലിവാലായ അച്ഛൻ കോഴിക്കോട്ടുകാരനെന്ന് അറിയണോ? വേണ്ടേ വേണ്ട. നമസ്കാരം. വണ്ടി വിട. തുറക്കണോ? എടോ വാതിൽ തുറക്ക. ആരും കാണുന്നില്ലല്ലോ. വീട് പൂട്ടിയിട്ടിരിക്കുകയാണ് സാർ. നായിന്റെ മക്കള് രക്ഷപ്പെട്ടോ? ഇല്ല സാർ, മുറിയിൽ ബാഗും തുണിയൊക്കെ കിടപ്പുണ്ട്. ആ കേറ്. എന്താണോ വിറയ്ക്കുന്നത്? അവിടെ അവിടെ അകത്ത് എന്തെങ്കിലും ഒന്ന് തെളിച്ച് പറയടോ. ഞാൻ രാജാമണി, ഡിവൈഎസ്പി ക്രൈംബ്രാഞ്ച്. സബ് ഇൻസ്പെക്ടർ പ്രകാശ്, സബ് ഇൻസ്പെക്ടർ തോമസ്. ചാലമണി ഒരു ഗസ്റ്റ് വേഷമായിരുന്നു. ഇനി അതിന്റെ ആവശ്യമില്ല രാജൻ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സാർ. ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും രാജന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാവും. എല്ലാത്തിനും ഉത്തരം കിട്ടും അതാത് സന്ദർഭങ്ങളിൽ. സർ, ഭദ്ര എന്ന പെൺകുട്ടിയുടെ മരണം തന്നെയാണ് ഞങ്ങൾ ഇവിടെ എത്താൻ കാരണം. ആ കേസിൽ ഇവിടെ ഒരാൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ടും മറ്റൊരു അന്വേഷണം എന്ന് പറയുമ്പോ രാജനല്ല, ആർക്കും ആശയക്കുഴപ്പമുണ്ടാവും. നാട്ടുകാരെ പോലെ ക്രൈംബ്രാഞ്ചിനെ വിശ്വസിക്കുന്നുണ്ടോ? ഏതോ ഒരു കൈമളുടെ നിർബന്ധത്തിന് വഴങ്ങി പറമ്പത്ത് രാജുവിനെ ഞാൻ അറസ്റ്റ് ചെയ്തെന്ന്? നോ നോ നോ, നെവർ. നാട്ടുകാരുടെ വർത്തമാനങ്ങളൊന്നും ഞങ്ങൾ തീരെ കാര്യമാക്കിയിട്ടില്ല. അതേപോലെ പറമ്പത്ത് രാജുവിനെ രക്ഷിക്കാൻ ഞങ്ങൾ കാട്ടിയ കോപ്പറേറ്റീവ് ഒന്നും രാജൻ അത്ര കാര്യമാക്കുകയും വേണ്ട. ആവേശത്തിൽ കുറെ നാൾ ഇവിടെ നിന്നതിന്റെ ഫലമായി ചില കാര്യങ്ങൾ മനസ്സിലായി. ഇനിയുള്ള അന്വേഷണങ്ങൾക്ക് ആ ഗസ്റ്റ് വേഷത്തിന്റെ ആവശ്യമേ ഇല്ല. എന്നാലും എന്തിനു വേണ്ടിച്ചായിരുന്നു സാർ ഈ ഗസ്റ്റ് വേഷം? തീർച്ചയായിട്ടും കാരണമുണ്ട്. സന്ദർഭം വരുമ്പോ അതൊക്കെ പറയാം. ഞാനാകെ ടെൻഷനിലാണ് സാർ. ആളറിയാതെ ഞാൻ സാറിന് എന്തൊക്കെയോ. നത്തിങ് ടു വറി. രാജൻ എന്ത് ചെയ്യണോ അതേ ചെയ്തിട്ടുള്ളൂ, അല്ലടോ? കറക്റ്റാ സർ. കണ്ട റൌഡികൾ സ്റ്റേഷനിൽ കയറി നിറങ്ങിയിട്ടും മിസ്റ്റർ രാജൻ ഇത്രയൊക്കെയല്ലേ ചെയ്തുള്ളൂ. പക്ഷേ വേറെ ചിലരുടെ കാര്യം പരുങ്ങല്ല. ഓക്കെ രാജൻ. താൻ ക്രൈംബ്രാഞ്ചിന്റെ കയ്യിൽ നിന്ന് പോലും 500 രൂപ കൈക്കൂലി വാങ്ങും അല്ലേ? അതെന്റെ ഫിക്സഡ് റേറ്റ് ആണ്. താൻ എന്താ പറഞ്ഞ ഫിക്സഡ് റേറ്റോ? നിർത്തി. തന്ന 500,000 ആക്കി ഞാൻ തിരിച്ചു തരാം. മേലാൽ എനിക്ക് തരേം വേണ്ട. എന്നെ ഒന്നും ചെയ്യരുത്. അപ്പൊ താൻ കൈക്കൂലി വാങ്ങുകയും കൊടുക്കുകയും ചെയ്യും. രണ്ടും ക്രൈമാ. സാറുമാരിങ്ങനെ ഫാൻസി ഡ്രസ്സിൽ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്നെ താൻ പറ. എന്നെ ഇതൊന്നും എങ്ങനെയെങ്കിലും ഒഴിവാക്കി തരണം. ഇപ്പൊ തന്നെ സസ്പെൻഷനില്ല. നോക്കട്ടെ, പറ്റിയാൽ അത് ഡിസ്മസൽ ആക്കി തരാം. സത്യം പറഞ്ഞാൽ ഇതൊന്നും വിശ്വസിക്കാൻ ഇപ്പോഴും എനിക്ക് കഴിഞ്ഞിട്ടില്ല സാർ. ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ എല്ലാം ബോധ്യമാവും. പിന്നെ അന്വേഷണം ഞങ്ങളാണെങ്കിലും രാജൻ എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം, അല്ലേ പ്രകാശ്? തീർച്ചയായിട്ടും വേണം സാർ. ഞാനുണ്ടാവും സാർ. ഓക്കെ. പിന്നെ ആ പറമ്പത്ത് രാജുവിന്റെ ജാമ്യാപേക്ഷ ഇനി കോടതിയിൽ വരുമ്പോ എതിർക്കണ്ട സാർ. കുറെ നാളായില്ലേ പോലീസ് കസ്റ്റഡിയിലായിട്ടോ. എന്ന് വെച്ച് അയാൾ നിരപരാധിയാണെന്നൊന്നും ഞങ്ങൾ കരുതിയിട്ടില്ല കേട്ടോ. മനസ്സിലായി സാർ. ഓക്കെ രാജൻ, സാർ. സത്യമാ സാറേ, വന്നവര് ക്രൈംബ്രാഞ്ചുകാരാ. ചുമ്മാ നീ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞില്ലേ? അല്ല സാറേ, ഉടക്കും 500 മാറി മാറി എന്നോട് ആണായിട്ട് പറഞ്ഞതാ അവര് ക്രൈംബ്രാഞ്ചുകാരാണെന്ന്. ഇനിയിപ്പോ എന്താണാവോ പുതിയ വേഷത്തിൽ അവർ ഈ വീട്ടിലേക്ക് കയറി വരാൻ പോണേ? എന്തിന്? ആളറിയാതെ സാർ അവരെന്തൊക്കെയാ പറഞ്ഞേ? ചാള, ഊള, മത്തി, തിമിംഗലം, ഇതൊക്കെ എന്നെ കൊല്ലിക്കാൻ വേണ്ടിട്ടല്ലേ?
കുറച്ച് ദിവസത്തേക്ക് ഞാനൊരു ലോങ് ലീവ് എടുത്തെങ്കിലോ എന്ന് ആലോചിക്കുക. ആൾമാറാട്ടം സ്മൂത്ത് കേസ് സെക്ഷൻ 121 സുഖമായിട്ട് കയറും. ക്രൈം ബ്രാഞ്ചിനെ ഞാനൊന്ന് കൊടുക്കും. സത്യമായിട്ടും ഈ പറഞ്ഞത് ഒന്നും നടക്കാൻ പോണില്ല. ആ? അതെ. ഉം. ആ ആദ്യം പറഞ്ഞു റൗഡിയാണ്, ഗുണ്ടയാണ്, കാണാൻ രാജേട്ടന്റെ സാമ്യമുണ്ടെന്നൊക്കെ. ഇപ്പൊ പറയുന്നവര് പുതിയ വേഷം കിട്ടിയതാണെന്ന്. രാജേട്ടൻ അവരെ കുറിച്ച് ശരിക്കും തിരക്കിയോ? തിരക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാ. എങ്കിൽ നേരെ ചൊവ്വ വരാതെ എന്തിനാ അവര് ഈ വേഷം കിട്ടിയേ? ഉയ്യോ. നേരെ അതിലെടുത്തും ചൊവ്വേന്ന് തന്നെയാ വന്നിരിക്കുന്നത്. വേഷം കെട്ടിലൊക്കെ എന്തിനാണെന്ന് ചോദിച്ചപ്പോഴേ അതൊക്കെ സന്ദർഭം വരുമ്പോ പറയാന്ന്. CBI കോപ്പന്മാർ ഇടക്കിടക്ക് ഇങ്ങനെ കുളം കലക്കാൻ വരാറുണ്ട്. ഇപ്പതാ ക്രൈം ബ്രാഞ്ച് അന്വേഷണത്തിനെ ഞാൻ സഹകരിക്കണം പോലും. സഹകരണം ചോദിച്ചു വരട്ടെ കോപ്പന്മാര്. എന്റെ തലയിൽ തൊപ്പി പോയപ്പോൾ. ഹലോ, ഞാൻ രാജാമണി. സാർ 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 ഒരു മിനിറ്റ് ജസ്റ്റ് ഹോൾഡ് ചെയ്യണേ സാർ. വരുന്നു സാർ. ഞാൻ വൈഫ് ഹൗസിലാണ് സാർ. സാർ എനിത്തിങ് അർജന്റ് സാർ? നത്തിങ് അർജന്റ് രാജൻ. ആ സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില സ്ഥലങ്ങളൊക്കെ കാണണം. ചിലരെ നേരിട്ട് ചോദ്യം ചെയ്യണം. ഞാൻ അങ്ങോട്ട് വേണ്ട ഈ രാത്രി ഒന്നും വരണ്ട, രാവിലെ എത്തിയാ മതി. ശരി രാജൻ. ഓ അയ്യോ, എന്താ അടിപ്പി കിടിക്കണത്? അവരായിരുന്നോ? അവര് തന്നെ. ഓന്ത് പോലും ഇത്ര സ്പീഡിൽ നിറം മാറില്ല. ഇപ്പൊ തന്നെ എന്തൊക്കെയാ അവര് രാജേട്ടൻ പറഞ്ഞേ? വല്ല ഓർമ്മയുണ്ടോ? അതാടി പോലീസ്. നീ വന്നേ. അങ്ങ് താഴേന്ന് ആ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കിട്ടിയത്. ഹലോ, വൈറ്റ് വ്യൂ കിട്ടുന്ന പോലുള്ള പിക്ചേഴ്സ് ഈ സറൗണ്ടിങ്സ്. സാർ യെസ്, അത്യാവശ്യമായിട്ട് സ്റ്റേഷൻ വരെ ഒന്ന് പോണായിരുന്നു. പേ ബില്ല് കൊടുത്തയക്കാനുണ്ടായിരുന്നു. അതിനെന്താ? രാജൻ പോയിക്കോളൂ സാർ, ഞാൻ മാനേജ് ചെയ്തോളാം. സാർ ദാ ഇവരൊക്കെ ഇല്ലേ ഇവിടെ? പ്ലീസ് സാർ. ഓക്കെ, കൂടെ തന്നെ ഉണ്ടാവണം. എന്താ ആവശ്യത്തിനും. ശരി സാർ. സാർ, പുഷ്പന്റെ സാക്ഷിമൊഴി പ്രകാരം ഈ കടയുടെ മുമ്പിലാണ് പുഷ്പൻ നിന്നിരുന്നത്. അന്ന് സാമാന്യം നല്ല മഴയുണ്ടായിരുന്നല്ലേ? ഇല്ല സാർ, തീരെ ചെറിയ ചാറ്റൽ ചില ഭാഗങ്ങളിൽ മാത്രം ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. ആ പടിക്കെട്ട് കയറിയാൽ സുശീലയുടെ വീടാണ് സാർ. താൻ ഇടയ്ക്കൊക്കെ സുശീലയുടെ വീട് വിസിറ്റ് ചെയ്യാറുണ്ടോ? എനിക്കാ പണിയേ ഇല്ല. അത് തന്നെ കൊണ്ട് പറ്റില്ല എന്ന് എനിക്കറിയാം. ഞാൻ ഉദ്ദേശിച്ചത് 500 വാങ്ങാൻ പോകാറുണ്ടോന്ന്. ഇല്ല, ഇടക്കിടക്ക് സ്ഥിരമായി. പ്രകാശ് സർ, സർ